നമസ്കാരം. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ടുകളിൽ ഇപ്പോൾ ഇന്ത്യയും മുൻപന്തിയിലാണ്. നേരത്തെ 85 നമ്മുടെ സ്ഥാനമെങ്കിൽ ഇപ്പോൾ അത് 77 മാറിയിരിക്കുകയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ ആദ്യത്തെ 10 രാജ്യങ്ങളിൽ നിന്ന് ഈ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ പിന്നിലായിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും UAEയിൽ ഏറ്റവും അധികം ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഒരുപക്ഷെ മലയാളികളായിരിക്കാം. ഏതായാലും ഇപ്പോൾ UAEയിൽ ഇന്ത്യൻ പാസ്പോർട്ടിലെ ഫോട്ടോ സംബന്ധിച്ച് ഒരു പുതിയ വ്യവസ്ഥ കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി ഒരു പ്രത്യേക ഏജൻസിയാണ് അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. BLS എന്ന സ്ഥാപനത്തെയാണ് ഇതിനായി അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിവിൽ ഏവിയേഷൻ നിയമപ്രകാരം നമ്മൾ ഏറ്റവും നല്ല ഫോട്ടോയാണ് നമ്മുടെ പാസ്പോർട്ടിൽ ഒട്ടിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. ആളിനെ തിരിച്ചറിയണമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിനായിപ്പോൾ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. BLS കേന്ദ്രങ്ങളിൽ ഇതിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. BLS കേന്ദ്രങ്ങളിൽ പാസ്പോർട്ട് പുതുക്കാനായി എത്തുന്ന ഇന്ത്യക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വേണം അവിടെ എത്തേണ്ടത്. അതല്ലാതെ വെള്ള നിറത്തിലോ ഇളം നിറത്തിലോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ചെല്ലരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളിനെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ BLS അറിയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാസ്പോർട്ടിലെ ഫോട്ടോ എന്തെങ്കിലും പ്രശ്നമുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് പാസ്പോർട്ട് ലഭിക്കുന്നതിന് വളരെ സമയം എടുക്കുകയോ അതല്ലെങ്കിൽ നിരസിക്കപ്പെടുകയോ പോലും ചെയ്യാനുള്ള ഒരു കാരണമാണ് എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പരമാവധി ഈ BLS കേന്ദ്രങ്ങളിലെത്തി ഒരുപക്ഷെ നമ്മുടെ ഫോട്ടോയും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി നിബന്ധനകളാണ് ഇപ്പോൾ ഇവർ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി നേരത്തെ പറഞ്ഞതുപോലെ കടും നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ചെല്ലാൻ. നിങ്ങളുടെ ചിത്രം എടുക്കുന്നതിൻ്റെ പശ്ചാത്തലം ഇളം നിറത്തിലുള്ളതായിരിക്കണം. അതുപോലെ നിങ്ങളുടെ മുഖം എങ്ങനെയെല്ലാം ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചും കൃത്യമായ നിർദ്ദേശം ഇപ്പോൾ BLS നൽകിയിരിക്കുകയാണ്. അതേതാണെന്ന് നമുക്ക് നോക്കാം. കളർ ഫോട്ടോ ആയിരിക്കണം. പശ്ചാത്തലം പ്ലെയിൻ വെള്ളയായിരിക്കണം. അപേക്ഷകൻ്റെ മുഖം ഫോട്ടോയുടെ 80 മുതൽ 85% വരെ ഉൾക്കൊള്ളണം. കണ്ണുകൾ തുറന്ന് വായ അടച്ചിരിക്കണം. മുഖഭാവം വളരെ നിർവികാരമായിരിക്കണം. ഫോട്ടോ അടുത്തിടെ അഥവാ കഴിഞ്ഞ 3 മാസത്തിലെടുത്തതായിരിക്കണം. ഡിജിറ്റൽ മാറ്റങ്ങൾ അനുവദിക്കുന്നതല്ല. മതപരമായ കാരണങ്ങളാൽ മാത്രമേ ശിരോവസ്ത്രം അനുവദിക്കുകയുള്ളൂ. എന്നാൽ നവജാത ശിശുക്കളെ ഈ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ നിന്നെല്ലാം തന്നെ UAE ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ കുവൈറ്റ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഈ വ്യവസ്ഥ ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റ് പല ഗൾഫ് രാജ്യങ്ങളും ഇതേ പാത പിന്തുടരുകയാണ്. നമ്മുടെ പാസ്പോർട്ടിലെ ചിത്രം വളരെ വ്യക്തതയുള്ളതായിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ BLS കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ അത്യന്താധുനിക സംവിധാനങ്ങളും പരിശീലനം സിദ്ധിച്ച ജീവനക്കാരും അവിടെ ഉണ്ട് എന്നാണ് BLS അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി അവിടെ എത്തി നിങ്ങളുടെ പാസ്പോർട്ടിലെ ഈ ഒരു പുതിയ ചിത്രം അതിലേക്ക് മാറ്റുന്നതിന് ഒട്ടും കാലതാമസം ഉണ്ടാകരുത് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുള്ള സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ അതായത് നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പുലർത്തുന്ന ഫോട്ടോ തന്നെ ആയിരിക്കണം അത്. അതിനേക്കാളൊക്കെ ഭേദം BLS കേന്ദ്രത്തിൽ തന്നെ പോവുക. അവരെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവർ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് യാതൊരു തരത്തിലുമുള്ള നിയമപ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലെടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് പാസ്പോർട്ട് റെഡിയാക്കി തരുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിനായി BLSൻ്റെ ഓഫീസിലേക്ക് ഇനി പോകുന്ന അവസരങ്ങളെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിരോവസ്ത്രങ്ങൾ ഒഴിവാക്കുക. മതപരമായ കാര്യത്തിനാണെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക. അതുപോലെ പശ്ചാത്തലം അതൊക്കെ BLS ജീവനക്കാരൻ ശ്രദ്ധിക്കും. അത് വെള്ള കളറോ മറ്റോ ആയിരിക്കും. കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരത് ചെയ്യുന്നത്. നിങ്ങൾ പുറത്തുനിന്നാണ് ഫോട്ടോ എടുക്കുന്നത് എങ്കിൽ അത് നിർബന്ധമായും കളർ ഫോട്ടോ തന്നെ ആയിരിക്കണം. അതായത് സെപ്റ്റംബർ 1 മുതൽ തന്നെ ഈ വ്യവസ്ഥകൾ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഇതിൽ നിന്ന് ആർക്കും മാറാൻ കഴിയുകയില്ല എന്നുള്ള കാര്യവും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക.